നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ബീൻസുകൾ എങ്ങനെയാണ് വളർത്തേണ്ടത് എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് നമ്മൾ വളർത്തുന്നത് യെല്ലോ കളറുള്ള ബീൻസ് ആണ്. അത് മാത്രമല്ല ഇത് ഡ്വാർഫ് വെറൈറ്റി ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അധികം പൊക്കം വെക്കാത്ത തരത്തിലുള്ള ബീൻസ് വെറൈറ്റി ആണിത്. അപ്പോൾ ഇത് പ്ലാന്റ് ചെയ്യേണ്ടത് ഒന്നല്ലെങ്കിൽ നമുക്ക് നേരിട്ട് എവിടെയാണോ പ്ലാന്റ് ചെയ്തത് അവിടെ കുഴിച്ചിടുകയോ അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ ഒരു ട്രേയിൽ നമ്മൾ മുളപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ വിത്തുകൾ നമ്മൾ പാകേണ്ടത് ഏകദേശം 2 സെൻറ്റിമീറ്റർ ആഴത്തിലാണ്. നമ്മൾ നേരിട്ട് ഗ്രൗണ്ടിലാണ് പ്ലാന്റ് ചെയ്യുന്നതെങ്കിൽ ഒരു 2 സെൻറ്റിമീറ്റർ ആഴത്തിലും ഒരു 7 മുതൽ 10 സെൻറ്റിമീറ്റർ വീതിയിലും നമ്മൾ വേണം പ്ലാന്റ് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ വിത്തുകൾ പാകി കഴിഞ്ഞാൽ ആദ്യത്തെ 2 ദിവസത്തിന് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. കാരണം പെട്ടെന്ന് അഴുകി പോകുന്ന വിത്തുകളാണ് ബീൻസിൻ്റെ വിത്തുകൾ. അതുകൊണ്ട് നമ്മൾ പാകി ഒരു 2 ദിവസങ്ങൾക്ക് ശേഷം വെള്ളം ഒഴിച്ച് തുടങ്ങിയാൽ മതി. പെട്ടെന്ന് തന്നെ ഇത് വളർന്നു വരും. ഏകദേശം നമുക്കൊരു 10 ദിവസം കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വലുപ്പത്തിലേക്ക് ഇത് വരും. ഒരു 2 ആഴ്ച കൊണ്ട് നമുക്കിത് പറിച്ച് നടാവുന്ന ഒരു സ്റ്റേജിലേക്ക് വരും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് നേരിട്ട് വേണമെങ്കിലും വിത്തുകൾ പാകാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഈ ബീൻസിൻ്റെ കൂടെ നമുക്ക് ഇടവിളയായിട്ട് മറ്റ് വിളകൾ നടാനായിട്ട് സാധിക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആലിയം വെറൈറ്റിയിലുള്ള, അതായത് നമ്മൾ ഉള്ളി, സവോള അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ഇതിനിടയിൽ വയ്ക്കാതിരിക്കുക. ബാക്കി ഏത് വിള വേണമെങ്കിലും നമുക്ക് ഇടവിളയായിട്ട് ബീൻസിൻ്റെ കൂടെ വയ്ക്കാനായിട്ട് സാധിക്കും. ഒരു 60 ദിവസം കൊണ്ട് തന്നെ നമുക്ക് വിളവെടുക്കാവുന്ന ഒരു ബീൻസ് വെറൈറ്റിയാണ് ഡ്വാർഫ് ബീൻ വെറൈറ്റികൾ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആദ്യത്തെ വിള ഏകദേശം നമ്മളൊരു ആകെ ഒരു 30 ദിവസം കഴിയുമ്പോൾ അടുത്ത സെറ്റ് നമ്മൾ ഇടണം. അപ്പോൾ നമുക്ക് ഒരു പെട്ടെന്ന് തന്നെ വിളവെടുത്ത ശേഷം ഇത് പറിച്ച് മാറ്റി നമുക്ക് അടുത്ത സെക്ഷനിലുള്ളത് ഇടാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർ, ഇത് വളർത്താനായിട്ട് ഏറ്റവും അനുയോജ്യമായ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് ഒരു 35 ഡിഗ്രിയിൽ താഴെയാണ്. 20-നും 35-നും ഇടയിലുള്ള ഒരു ടെമ്പറേച്ചറിലാണ് ഏറ്റവും നന്നായിട്ട് ബീൻസുകൾ വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കേരളത്തിലുള്ളവർ കൂടുതൽ സമയം നമ്മൾ ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ നമ്മൾ 35 ഡിഗ്രിയിൽ കൂടുതൽ ഏത് സമയത്ത് ഇത് വെച്ചാലും വിളവുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഏറ്റവും തണുപ്പ് കൂടിയ മാസങ്ങളിൽ മാത്രം ബീൻസുകൾ നടാനായിട്ട് കേരളത്തിലുള്ളവർ ശ്രമിക്കുക. പിന്നെ ഇതിൻ്റെ വളപ്രയോഗത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ പൊട്ടാഷ്യം കൂടുതലുള്ള വളങ്ങളാണ് നൽകേണ്ടത്. കോമ്പോസ്റ്റൊക്കെ വളരെ നന്നായിട്ട് ചേർക്കുന്നത് നന്നായിരിക്കും. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ നൈട്രജൻ റിലീസ് ചെയ്യുന്ന പ്ലാന്റുകളാണ് പയർവർഗ്ഗങ്ങൾ. അതുകൊണ്ട് നമ്മൾ അധികം നൈട്രജൻ അതിനേക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പൊട്ടാഷ് കൂടുതലുള്ളതാണ് കൂടുതലായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ വിളകളുണ്ടാകും. ഇത് നന്നായിട്ട് വാട്ടർ ചെയ്യേണ്ടത് ആവശ്യമാണ്. നമ്മൾ അത്യാവശ്യം എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്വാർഫ് വെറൈറ്റികളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വാടിപ്പോകും. അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ നന്നായിട്ട് ഒന്ന് വളർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നല്ല രീതിയിൽ വെള്ളം കൊടുക്കേണ്ടതായിരിക്കും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രോബ്ലം എന്ന് പറയുന്നത്, തുടക്കകാലത്ത് ഒത്തിരി ആഫിഡ്സും സ്നെയിൽസും സ്ലഗൊക്കെ ഉണ്ടാകും. അത് നമ്മൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യേണ്ടതാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് വളർത്താവുന്ന ഒരു വെറൈറ്റിയാണ് ഡ്വാർഫ് ബീൻസുകൾ. താങ്ക് യു ഫോർ യുവർ ടൈം.